ഹലോ ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെരേസ് മതി. സോ ഞങ്ങളുടെ തേർഡ് ഇയറിലെ ഫസ്റ്റ് ക്ലാസ് ആണിന്ന്. സോ ലെറ്റ്സ് ഗോ. തേർഡ് ഇയറിൽ ഞങ്ങൾക്ക് 8-1 പോസ്റ്റിംഗ് ആണ്. കറൻറ്റ്ലി ENT പോസ്റ്റിംഗ് ആണ്. അപ്പം വീട്ടിൽ നിന്ന് നേരെ ഹോസ്റ്റലിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ENT പോസ്റ്റിങ്ങിനുള്ള ലെക്ചർ ഹാളിലേക്ക് പോയി. ഞങ്ങൾ ലെക്ചർ ഹാളിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഏകദേശം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കി. അന്ന് ഇയറിന് ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഇയറിനെ കുറിച്ചുള്ള ഒരു ഓറിയൻറ്റേഷനൊക്കെ തന്നത്. ലൈക്ക് ഹിസ്റ്ററി ടേക്കിംഗ് എങ്ങനെയാണ്, എക്സാമിനേഷൻ ഓഫ് ഇയർ എങ്ങനെയാണ്, പിന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഇയറിൽ നമ്മൾ നോക്കുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തി തന്നു. ഈ 8-1 എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പോസ്റ്റിംഗ് അല്ല. അതിനിടയിൽ ഒരു 2 hour ലെക്ചർ ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്ക് ഒരു 10 minutes ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ മുകളിലത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ചായയും പപ്സൊക്കെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾക്ക് 10 to 1 എക്സാമിനേഷൻ ഓഫ് ഇയർ ഒക്കെ പഠിപ്പിച്ചു തന്നു കേട്ടോ. കണ്ടില്ലേ ചെയ്യുന്നതെന്ന്. പിന്നെ ട്യൂണിങ് ഫോക്ക് ടെസ്റ്റൊക്കെ ഞങ്ങൾ അന്ന് ചെയ്യിപ്പിക്കുകയും കാണുകയൊക്കെ ചെയ്തു. ബുൾസൈ ലാമ്പിലേക്ക് ഈ ഹെഡ്ലൈറ്റ് മിറർ വെച്ചിട്ട് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന ഭയങ്കര പാടായിരുന്നു. എനിക്ക് കിട്ടാനൊക്കെ പാടുപെട്ടു. എനിവേസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ENT പോസ്റ്റിങ്ങിലെ ഫസ്റ്റ് ഡേ. ഞാൻ 12:30 ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങളെ വിട്ടു. 1 മണി വരെ ഒന്നും വെയിറ്റിൻ്റെ വന്നില്ല. 12:30 ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങളുടെ ക്ലാസ് ENT ക്ലാസ് കഴിഞ്ഞു. നേരെ ഞാൻ ഹോസ്റ്റലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ ഒരു 2 to 4 ക്ലാസ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും. പിന്നെ നമ്മൾ ലെക്ചർ ഹാളിൽ പോയപ്പോഴാണെങ്കിലോ ലെക്ചർ ഹാൾ തുറക്കുന്നേ ഇല്ല, താക്കോലൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളെ ഫിസിയോളജി ലെക്ചർ ഹാളിൽ നിന്നും ക്ലാസ് അനാട്ടമി ലെക്ചർ ഹാളിലേക്ക് മാറ്റി. ഇതാണ് ഞങ്ങളുടെ അനാട്ടമി ലെക്ചർ ഹാൾ. ഞങ്ങൾക്ക് സാധാരണ തേർഡ് ഇയറിൻ്റെ ക്ലാസ് ഫിസിയോളജി ലെക്ചർ ഹാളാണ് നിൽക്കാറുള്ളത്. അന്നത്തെ ദിവസം അനാട്ടമി ലെക്ചർ ഹാളിലായിരുന്നു. കുറേ നാൾക്ക് ശേഷം കേട്ടോ എല്ലാവരും ഇങ്ങനെ കണ്ടേ. അതിനുശേഷം 2 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്ക് ടു ഹോസ്റ്റൽ. So thank you for watching and subscribe for more videos and stay tuned.